പഴം കൊണ്ട് നമ്മളെപ്പോഴും സ്നാക്സുകളൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 പഴവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് നല്ലെണ്ണ. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്നങ്ങ് മൂത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഉലുവയും കൂടെ ഒന്നങ്ങ് മൂത്ത് വരണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും പിന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് അല്ലെങ്കിൽ തീ ഓഫാക്കിയിട്ടാലും മതി കേട്ടോ. നല്ല ചൂടിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കരിഞ്ഞു പോയരുത്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ തീരെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പഴത്തിൻ്റെ ആ ഒരു മധുരം മതി എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. പിന്നെ പുളിക്കായിട്ട് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളൻപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. നമ്മൾ ഈ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറിലേക്കൊക്കെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക വാളൻപുളിയുടെ വെള്ളമാണല്ലോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അത് പുളിക്കായിട്ട് നിങ്ങൾക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ വാളൻപുളിയുടെ പിഴിഞ്ഞ വെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി നെയ്ച്ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതുപോലുള്ള മധുരമുള്ള അച്ചാറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മധുരമുള്ള അച്ചാർ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ മറ്റുള്ള അച്ചാറുകളെ പോലെ അങ്ങനെ ദിവസങ്ങളോളം സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റില്ല. ഒരു ദിവസത്തിനായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്